കൂട്ടുകാരെ, കപ്പലണ്ടി കഴിക്കാത്ത ആൾക്കാർ കുറവാണല്ലേ. ഉത്സവപ്പറമ്പിൽ പണ്ട് പോകുമ്പോഴേ ഈ വറുത്ത കപ്പലണ്ടി അന്വേഷിച്ച് നടക്കും. എന്നിട്ട് അത് വാങ്ങി ഫ്രണ്ട്സിൻ്റെ കൂടെ നടന്ന് കഴിച്ച് കളിച്ചിരികളൊക്കെ ആയിട്ട് നല്ലൊരു നൊസ്റ്റാൾജിക് ഫീലാണ്. ഇപ്പം അത് ചുരുങ്ങി പാർക്കിലായി. പാർക്കിൽ കുട്ടികൾ പോകുമ്പോൾ അവരുടെ കയ്യിൽ നിന്ന് വാങ്ങി കഴിക്കുന്ന ഒരു കാര്യമാണ് ഇപ്പം നടക്കുന്നത്. ഉത്സവപ്പറമ്പുകളൊക്കെ അപൂർവങ്ങളിൽ അപൂർവമായി മാറിക്കൊണ്ടിരിക്കുന്നു. എന്നാലും നമ്മളുടെ കപ്പലണ്ടിയുടെ സ്ഥാനം എപ്പോഴും അവിടെ തന്നെ ഉണ്ടാവും അല്ലേ. ഇന്ന് നമുക്ക് ഒരു കപ്പലണ്ടി കൊണ്ടൊരു ചാട്ട് മസാല ഉണ്ടാക്കാം. അതിനുവേണ്ടി 2 കപ്പ് കപ്പലണ്ടി വെള്ളവും ഉപ്പും ചേർത്ത് കുക്കറിൽ വേവിച്ചെടുക്കുക. 3 വിസിൽ വരണം കേട്ടോ. അതിനുശേഷം വെള്ളം വാർന്നു പോകാനായിട്ട് ഒരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കുക. കപ്പലണ്ടി കൊണ്ട് ഒരുപാട് ഗുണങ്ങളുണ്ട് കേട്ടോ. കപ്പലണ്ടി നമുക്ക് കൊളസ്ട്രോൾ കുറയ്ക്കാൻ സഹായിക്കും. നമ്മുടെ LDL കൊളസ്ട്രോൾ, ചീത്ത കൊളസ്ട്രോൾ എന്ന് പറയും, അത് കുറയ്ക്കാൻ ഒരുപാട് സഹായിക്കുന്ന ഒന്നാണ് കപ്പലണ്ടി. പിന്നെ കപ്പലണ്ടിയിൽ ഒരുപാട് ഫൈബർ കണ്ടൻറ്റ് ഉണ്ട്. ഒരുപാട് കഴിക്കാൻ പാടില്ല. ഒരു 30 ഗ്രാമിൻ്റെ അടുത്ത് മാത്രമേ കഴിക്കാവൂ. ഒരുപാട് കഴിച്ചാൽ നമുക്ക് ഡൈജസ്റ്റീവ് പ്രോബ്ലം ഉണ്ടാവും. അങ്ങനെ ചിലർക്കത് ദഹന പ്രോബ്ലങ്ങൾ ഉണ്ടാക്കാൻ വഴിയുണ്ട്. അങ്ങനെ നമ്മൾ കപ്പലണ്ടി വേവിച്ചെടുത്ത് ചൂടാറി കഴിയുമ്പോൾ അതിനകത്തേക്ക് സവാള അരിഞ്ഞതും പിന്നെ തക്കാളി കുനുകുനാന്നരിഞ്ഞതും മല്ലിയിലയും കുറച്ച് ഉപ്പ് നമ്മൾ ആദ്യം ആഡ് ചെയ്തതാണ്. എന്നാൽ ഈ മസാലയ്ക്ക് വേണ്ടി കുറച്ച് ഉപ്പും കൂടി ആഡ് ചെയ്യാം. പിന്നെ കുറച്ച് ചാട്ട് മസാല ഉണ്ടെങ്കിൽ ചാട്ട് മസാല ഇടാം. പിന്നെ മുളക് പൊടി കുറച്ചിടാം. എരിവിന് വേണ്ടി മുളക് പൊടി ഇടാം. ചാട്ട് മസാല ഇട്ടാൽ പ്രത്യേക ഒരു രുചിയാണ് കേട്ടോ. ചാട്ട് മസാലയും മല്ലിയിലയും കൂടി ചേരുമ്പോൾ നല്ല രുചിയാണ്. ചാട്ട് മസാല കയ്യിലില്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന എന്തെങ്കിലും മസാല, വെജ് മസാലയോ ഗരം മസാലയോ എന്തെങ്കിലും ഇടുക. അപ്പം ചാട്ടിൻ്റെ രുചി വരില്ല എന്ന് മാത്രം. എന്നാലും വളരെ നല്ലതായി. കപ്പലണ്ടി വെന്ത് ആ കുക്കറിൽ നിന്ന് എടുക്കുന്ന കപ്പലണ്ടി തിന്നാനും നല്ല സ്വാദാണ്. പിന്നെ നന്നായിട്ട് നാരങ്ങ ജ്യൂസ് ഒഴിക്കുക. കുരു വീഴാതെ നാരങ്ങ ജ്യൂസ് ഒഴിക്കുക. കുരു വീണ് കടിച്ച് കഴിയുമ്പോൾ നല്ല കയ്പ്പായിരിക്കും. എന്നിട്ട് അത് കുറച്ച് നേരം ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെച്ച് കഴിയുമ്പോഴത്തേക്ക് ആ കപ്പലണ്ടി നല്ല അടിപൊളിയാവും. നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കണേ. പിന്നെ നിങ്ങൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ, ഒന്ന് സപ്പോർട്ട് ചെയ്യണം, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. എല്ലാവരും മസ്റ്റായിട്ട് ട്രൈ ചെയ്യണം. കുട്ടികൾക്ക് കൊടുക്കണം. താങ്ക് യു.